കാളിദാസിന്റെയും കീർത്തിയുടെയും വിവാഹം അടുത്തടുത്ത ദിവസങ്ങളിലായതുകൊണ്ട് തന്നെ നിരവധി താരങ്ങൾക്ക് കീർത്തിയുടെ വിവാഹത്തിനെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. കീർത്തിയുടെ വിവാഹം നേരത്തെ കൂട്ടി തന്നെ വരണമെന്ന് പറഞ്ഞവരൊക്കെ തന്നെയും കീർത്തിയുടെ വിവാഹത്തിന് പോയി, മറിച്ച് കാളിദാസിന്റെ വിവാഹത്തിലേക്ക് എത്താനും സാധിച്ചില്ല. എന്നാൽ തന്റെ മകളെപ്പോലെ താൻ കാണുന്ന തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെ മകളായ കീർത്തിക്ക് വിവാഹ ആശംസകളോടൊപ്പം തന്നെ വിവാഹ സമ്മാനവും നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ജയറാമും പാർവതിയും. താരണിക്ക് വിവാഹ ദിവസം നൽകിയതുപോലെ ഒരു മാല തന്നെയാണ് കീർത്തിക്ക് വേണ്ടിയും ഇപ്പോൾ കാളിദാസിന്റെ അച്ഛനും അമ്മയുമായ ജയറാമും പാർവതിയും അണിയിച്ചൊരുക്കി അയച്ചിരിക്കുന്നത്. സമ്മാനവുമായി നേരിട്ടെത്തി മകളുടെ കയ്യിൽ തരണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതിനുള്ള വിധിയില്ല, അതിനുള്ള സാവധാനമില്ല. അങ്ങുവരെ എത്തുന്ന കാര്യം ഈ തിരക്കിൽ വല്ലാത്ത ക്ഷീണത്തിൽ പ്രയാസമാണ്. മകൾ സന്തോഷമായിരിക്കും എന്ന് മകന്റെ സന്തോഷമായി തന്നെ ഇരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നും പറയുന്നു. ജയറാമിന്റെയും പാർവതിയുടെയും സമ്മാനത്തിനോടൊപ്പം തന്നെ പറഞ്ഞ വാക്കുകളും ഇവയാണ്. അവർക്ക് മക്കളോട് വളരെയധികം സ്നേഹമാണ്. സ്വന്തം മക്കളോട് അദ്ദേഹം കാണിക്കുന്ന സ്നേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ മക്കളോടും അദ്ദേഹം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തന്റെ മകന്റെ വിവാഹ വാർത്തയ്ക്കിടയിൽ വന്ന താരപുത്രിയുടെ വിവാഹ വാർത്ത ശ്രദ്ധിച്ച് സമ്മാനം അയച്ചത്. നേരിട്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ വിവാഹ ദിവസം തന്നെ ഈ സമ്മാനം മകളെ തേടി എത്തണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ജയറാം തന്നെ പറയുന്നുണ്ട്. ജയറാമിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന് തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാനും സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജയറാമും പാർവതിയും കൂടി ഇപ്പോൾ കീർത്തിക്ക് നൽകിയ സമ്മാനം എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. താരണിക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. താരണിയും ചക്കിയും കൂടി സെലക്ട് ചെയ്ത ഒരു ആഭരണം തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് താരണിക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ അവരുടെ വീട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അത് താരണിയും അറിയിച്ചാണ് ചെയ്യാറുള്ളത്. അതാണ് പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടത്. താരണി വന്ന ദിവസം മുതൽ ആ കുടുംബത്തിലൊരു വ്യക്തി എന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. മറ്റു രീതിയിലൊന്നും തന്നെ ഇന്ന് വരെ അവിടെ ആരും കണ്ടിട്ടില്ല. ആ കുടുംബത്തിന്റെ ഒരു സ്നേഹം തന്നെ പ്രേക്ഷകർക്കും മനസ്സിലാകുന്നു. ദിലീപിന്റെ കുടുംബം ജയറാമിന്റെ ക്ഷണത്തിന് എത്തിയിട്ടില്ല. ദിലീപിന്റെ കുടുംബം മറിച്ച് കീർത്തിയുടെ വിവാഹത്തിനാണ് പോയതെന്ന് പറയുന്നു. ദിലീപും കീർത്തിയും തമ്മിൽ നല്ല സൗഹൃദമാണ്. അതുപോലെ തന്നെ കീർത്തിയും മീനാക്ഷിയും തമ്മിൽ നല്ല സൗഹൃദമാണ്. മീനാക്ഷി സിനിമയ്ക്കകത്തും പുറത്തുമായി നിരവധി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. തീരെ ആരോടും സംസാരിക്കാതെ മാറി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല. എല്ലാവരും മീനാക്ഷിയെക്കുറിച്ച് ആദ്യം അങ്ങനെ തെറ്റിദ്ധരിക്കുമെങ്കിലും അങ്ങനൊരു പെൺകുട്ടിയല്ല മീനാക്ഷി എന്ന് പറഞ്ഞേ മതിയാകൂ. മീനാക്ഷിക്ക് ഇഷ്ടമുള്ളതനുസരിച്ചും മീനാക്ഷിക്ക് താല്പര്യമുള്ളതനുസരിച്ചും താരങ്ങളോടോ സാധാരണ ആളുകളോടോ സംസാരിക്കും. അധികം സംസാരിക്കാത്ത പെൺകുട്ടിയാണെങ്കിൽ പോലും അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമല്ല. മീനാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും 100 നാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാളിദാസിന്റെ വിവാഹത്തിന് വരാതെ കീർത്തിയുടെ വിവാഹത്തിന് പോയിരിക്കുന്ന താരത്തിനെക്കുറിച്ച് പറയുന്നത്. ജയറാമും പാർവതിയും കൊടുത്തയച്ച സമ്മാനം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് തിരിച്ചു വരുന്ന മറുപടിയും. താങ്ക് യു അങ്കിൾ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കീർത്തി തന്നെ സമ്മാനം കിട്ടിയതിൻ്റെ വിശേഷം പങ്കുവച്ചിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അത് അവസാനം എത്തി എന്നാണ് പ്രേക്ഷകരുടെ അടുത്ത് എത്തി ഇപ്പോൾ കീർത്തി പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.